പ്രകോപനവുമായി അൽ ഖ്വയ്ദയും ഭാരതത്തിനെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത അൽ ഖ്വയ്ദ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ആഹ്വാനം. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദഗോപൻ, ഒരു പ്രശ്നം നടക്കുന്നു, അതിന് തിരിച്ചടി നൽകുന്നു, മറ്റ് നടപടികളിലേക്ക് ഭാരതം കടക്കുന്നു, പാകിസ്ഥാനും എന്തൊക്കെയോ കോപ്പുകൂട്ടുന്നു എന്നറിയുന്നു. പക്ഷേ എന്താണ് അൽ ഖ്വയ്ദ ഇപ്പോൾ ഈ പ്രകോപനവുമായി എത്തുന്നത്? വീണ, എപ്പോഴും പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് അൽ ഖ്വയ്ദ. ഈ ഭീകര സംഘടനകൾ വെച്ചിട്ട് ഏറ്റവും ഒരു കരുത്തുള്ള സംഘടനയായി വിലയിരുത്തപ്പെടുന്ന സംഘടന കൂടിയാണ് അൽ ഖ്വയ്ദ എന്നുള്ളത് നമുക്കറിയാം. ഭാരതവും മാത്രമല്ല, പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അൽ ഖ്വയ്ദയെ നിരോധിച്ചിട്ടുണ്ട്. ആ അൽ ഖ്വയ്ദയാണ് ഇപ്പോൾ ഭാരതത്തിനെതിരെ ജിഹാദി യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിലൊരു പ്രസ്താവന ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതായത് പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ ആക്രമണത്തെ അവലംബിച്ചുകൊണ്ടാണ് ഈ അൽ ഖ്വയ്ദ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഭാരതത്തിൽ ജിഹാദി യുദ്ധം നടത്തുവാൻ വേണ്ടി അൽ ഖ്വയ്ദ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. സ്വാഭാവികമായും ഇത്തരമൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ എക്കാലവും പാകിസ്ഥാൻ കൂട്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം നിൽക്കുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളാണ്. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദും അതേപോലെ തന്നെ അൽ ഖ്വയ്ദ പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യം എപ്പോഴും ഭാരതത്തെ ആക്രമിക്കാൻ മുതിർന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ തന്നെ പരാജയം നുണഞ്ഞ ചരിത്രമാണുള്ളത്. 65-ലാണേലും 71-ലാണേലും 99-ലെ കാർഗിൽ യുദ്ധത്തിലാണേലും ഒക്കെ തന്നെ ഇത്തരം പരാജയം നുണഞ്ഞ ചരിത്രം മാത്രമാണ് പാകിസ്ഥാനുള്ളത്. അതേസമയം ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അൽ ഖ്വയ്ദ ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ഭാരതത്തിൽ ജിഹാദി യുദ്ധം നടത്തുമെന്നുള്ളതാണ് ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഭാരതം അത്തരത്തിലുള്ള ഭീകരവാദ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻകരുതലുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അതേപോലെ തന്നെ മറ്റ് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിമാരുമായും പോലീസ് DGPമാരുമായും ഒക്കെ തന്നെ ഇതിനോടകം ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, സുരക്ഷാ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഏതായാലും അൽ ഖ്വയ്ദയുടെ ഭാഗത്തുനിന്ന് മാത്രം ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം അത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ഭാരതവും സുസജ്ജമായി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ ഇത് ക്രിമിനൽ നടപടി എന്നൊക്കെയാണ് അവർ അതിനകത്ത് പറയുന്നത്. പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയാണോ അതിൽ നൽകുന്നത്? തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാനെതിരെയുള്ള ക്രിമിനൽ നടപടി എന്നുള്ള വിശേഷണമാണ് അൽ ഖ്വയ്ദ നൽകിയിട്ടുള്ളത്. അൽ ഖ്വയ്ദ നേരത്തെയും പാകിസ്ഥാൻ തന്നെ അൽ ഖ്വയ്ദയെ ഭീകരവാദ സംഘടന എന്ന് മുദ്രകുത്തി നിരോധിച്ചിട്ടുണ്ടെങ്കിലും എക്കാലത്തും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈന്യത്തോടൊപ്പം ചേർന്ന് എല്ലാ ഓപ്പറേഷനുകളിലും ഈ അൽ ഖ്വയ്ദ ഭീകരവാദികൾ ഭാഗമാകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിലും അത്തരത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ചില ഓപ്പറേഷനുകളിൽ ഈ അൽ ഖ്വയ്ദ ഭീകരവാദികൾ ഭാഗമായിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി യുദ്ധങ്ങളിൽ ഈ ഭാരതത്തിനെതിരെ നടത്തിയ യുദ്ധങ്ങളിലൊക്കെ തന്നെ ഇത്തരം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ യുദ്ധം നടത്തിയിട്ടുള്ളത്. അല്ലാതെ പാകിസ്ഥാൻ സൈന്യത്തിന് ഭാരതത്തെ ഒറ്റയ്ക്ക് നേരിടുവാനുള്ള ശേഷിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് ഈ അൽ ഖ്വയ്ദയും ജെയ്ഷെ ഇ മുഹമ്മദും അതേപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയും അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ ചാവേറുകളെ മുൻനിർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ എപ്പോഴും ഭാരതത്തിനെതിരെ പോരാടിയിട്ടുള്ളത്. അപ്പോഴൊക്കെയും ഭാരതത്തിൽ ആണ് വിജയം കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോലുമാണ് ഇപ്പോൾ ഈ അൽ ഖ്വയ്ദ ഇത്തരത്തിലൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ജിഹാദി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ്. ശരി നന്ദഗോപൻ, ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തുമെന്ന ഭീഷണിയാണ് അൽ ഖ്വയ്ദ മുഴക്കുന്നത്. നിരോധിച്ച ഭീകര സംഘടനകളെ പോലും പാകിസ്ഥാൻ കൂട്ടുപിടിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ.